പൈത്തണിന്റെ 5th മൊഡ്യൂളിന്റെ ചെറിയൊരു റിവിഷൻ. ഓക്കെ, ഒരുപാട് ഡീപ്പറായിട്ട് പോകുന്നില്ല, ചില ടോപ്പിക്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നു. ഓക്കെ, അതിൽ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് OS മൊഡ്യൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് പൈത്തണിൽ ഇപ്പം ലൈക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ചില ഫങ്ഷൻസ് ഉണ്ട്. സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു OS മൊഡ്യൂളിൽ പറയുന്നത്. സോ ഇതിൽ ഒരു 3 മാർക്ക് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ്. അതിൻ്റെ പേര് ലൈക്ക് എന്തൊക്കെയാണ് ലൈക്ക് ഫങ്ഷൻസ്, പിന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി ചോദിക്കാറുണ്ട്. സോ ഇതാണ് ഒന്നാമത്തത്, അതായത് ക്രിയേറ്റിംഗ് എ ഡയറക്ടറി. അതായത് നമുക്കൊരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഇതാണ് ഫംഗ്ഷനാണ് എന്ത് os.mkdir, അതായത് മേക്ക് ഡയറക്ടറി എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ പാത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ആ പാത്ത് എവിടെയാണോ അത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം ഡി എന്ന് പറഞ്ഞ ഇതിലാണെങ്കിൽ അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇതിൻ്റെ പേര് ഡയറക്ടറിയുടെ പേരാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ ക്രിയേറ്റിംഗ് ഡയറക്ടറി. പിന്നെ എപ്പോഴും നമ്മളിപ്പോൾ OS റിലേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഇതുണ്ടല്ലോ, ഇമ്പോർട്ട് OS എന്ന് പറഞ്ഞിട്ടുള്ള മൊഡ്യൂളിന് എന്ത് ചെയ്യണം, എപ്പോഴും നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ ഇമ്പോർട്ട് OS. അപ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മേക്ക് ഡയറക്ടറി അല്ലെങ്കിൽ ഇപ്പം ചേഞ്ച് ഡയറക്ടറി പോലുള്ള ഫങ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് ഇതാണ്, രണ്ടാമത്താണ് ചേഞ്ച് ഡയറക്ടറി. അത് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഡയറക്ടറിനെ എനിക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ചേഞ്ച് ഡയറക്ടറി യൂസ് ചെയ്യണം. പിന്നെ എന്താ, ഇപ്പം എനിക്ക് ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കുന്ന ഡയറക്ടറിയുടെ നെയിം അറിയണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഗെറ്റ്, അതായത് കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയുടെ നെയിം അറിയാൻ വേണ്ടിയിട്ടാണ് ഗെറ്റ് CW എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇപ്പം എനിക്കൊരു ഡയറക്ടറിൽ നിന്ന് വേറൊരു ഡയറക്ടറിന് എന്താണ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡറിന് എന്താണ് റിമൂവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിമൂവ് ഡയറക്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ. ഓക്കെ, പിന്നെ സപ്പോസ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡയറക്ടറി അല്ലെങ്കിൽ ആ ഫോൾഡറിൽ ഇപ്പോൾ ഒരുപാട് എന്തുണ്ടാവും, ലൈക്ക് സബ് ഫയൽസ് ഒക്കെ ഉണ്ടാവും. സോ അതിനെയൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിസ്റ്റ് ഡയറക്ടറി. അപ്പം ഞാനിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഡയറക്ടറിയിലുള്ള മൊത്ത കാര്യങ്ങളും എന്ത് ചെയ്യും, അവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. 1 by 1 ആയിട്ട് ഇങ്ങനെ അതിലുള്ള എല്ലാ ഫയൽസിനും എന്ത് ചെയ്യും, ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിനാണ് ഈ ഒരു ലിസ്റ്റ് ഡയറക്ടറി യൂസ് ചെയ്യുന്നത്. ഓർമ്മിക്കുക, എപ്പോഴും നമ്മൾ ഈ ഒരു OS റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുമ്പം ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഈ ഒരു OS മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ്. പിന്നെ ഇതുപോലെ മേക്ക് ഡയറക്ടറി, ചേഞ്ച് ഡയറക്ടറി, ആ പേരിൽ തന്നെ ഉണ്ട് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഗെറ്റ് CW, അതായത് ഗെറ്റ് കറണ്ട് വർക്കിംഗ് ഡയറക്ടറി, അതിൻ്റെ നെയിം. പിന്നെ ഒരു ഡയറക്ടറി റിമൂവ് ചെയ്യാൻ RMDIR എന്ന് പറയും. ഓക്കെ, പിന്നെ ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ ലിസ്റ്റ് ഡയറക്ടറി. അടുത്താണ് സിസ് മൊഡ്യൂൾ. സോ ഈ സിസ് മൊഡ്യൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ കുറേ ഫങ്ഷൻസും വേരിയബിൾസും ഒക്കെ ഉണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പൈത്തണിൻ്റെ റൺ ടൈം എൻവയറൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളതാണ് സിസ് മൊഡ്യൂൾ. സോ സിസ് മൊഡ്യൂൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇമ്പോർട്ട് സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും യൂസ് ചെയ്യണം. പിന്നെ ഇതിൽ വരുന്ന ഫംഗ്ഷൻസ് എന്തൊക്കെയാ വെച്ചാൽ ഒന്നാമത്തെ sys.rb. സോ ഈ sys.rb എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പൈത്തൺ സ്ക്രിപ്റ്റിലേക്ക് പാസ് ചെയ്തിട്ടുള്ള കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സിന് എന്ത് ചെയ്യും, എനിക്ക് റിട്ടേൺ ചെയ്യും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് sys.rb എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഓർമ്മിക്കേണ്ടായിരുന്നു വെച്ചാൽ ഈ ഇൻഡെക്സ്, അതായത് RB(0) ഉണ്ടാവുന്നത് ഞാൻ അങ്ങോട്ടേക്ക് കമാൻഡ് ലൈൻ വഴി കൊടുത്ത എൻ്റെ പൈത്തണിൻ്റെ എന്തായിരിക്കും, ഫയൽ നെയിം ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നെയിം അതായിരിക്കും അതിലുണ്ടാവുക. ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പം കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പം ഞാൻ എന്ത് വെച്ചിട്ടുണ്ട്, ആദ്യം ഇമ്പോർട്ട് സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് യൂസ് ചെയ്തു. അപ്പോൾ സിസ് മൊഡ്യൂൾസിനെ അതിലുള്ള ഫങ്ഷൻസ് എനിക്ക് യൂസ് ചെയ്യാം. സോ അത് വെച്ച് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു sys.rb of 0, അത് 0th ഇൻഡെക്സിലായിരിക്കും എന്തുണ്ടാവുക, എൻ്റെ പ്രോഗ്രാമിൻ്റെ പേരുണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ sys.rb കൊടുത്തത്. ഇവിടെ ഞാൻ RB ജസ്റ്റ് കൊടുത്തതെന്ന് വെച്ചാൽ ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ്, അതായത് ആ ഇതിൽ വരുന്ന ലിസ്റ്റ് വരുന്ന ബാക്കിയുള്ള ആർഗ്യുമെൻറ്റ്സ് ജസ്റ്റ് ഒരു സ്ട്രിങ് ഫോർമാറ്റിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. അപ്പം ഇത് നോക്കാം നമുക്ക്. അതായത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് വഴി ഞാൻ എന്ത് ചെയ്തു, പാസ് ചെയ്തു. അതായത് ഇതാണ് എൻ്റെ ഫയൽ നെയിം. ഓക്കെ, com.py, ഈ ഫയലിലേക്ക് ഞാൻ എന്ത് പാസ് ചെയ്തു, 1 2 3 4 മറ്റുള്ള ആർഗ്യുമെൻറ്റ്സ് അങ്ങോട്ടേക്ക് പാസ് ചെയ്തു. സോ ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യും, ഞാൻ അങ്ങോട്ടേക്ക് പാസ് ചെയ്ത ആർഗ്യുമെന്റ്സിനെ കമാൻഡ് പ്രോംപ്റ്റ് വഴി പാസ് ചെയ്ത ആർഗ്യുമെന്റ്സ് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞു sys.rb ഞാൻ എന്താ പാസ് ചെയ്തിട്ടില്ല, 0 ഉണ്ടാവും അതിൻ്റെ പേരാവും. സോ ഇവിടെ ഞാൻ പാസ് ചെയ്ത com.py ആയിരിക്കും ആദ്യം ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. ദിസ് ഇസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം, എന്താണ് com.py, ഇതാണ് എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ,
കാരണം അതാണ് ഞാൻ ഇവിടെ പാസ് ചെയ്തത്. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആർഗ്യൂ ഓഫ് 0 ഇൻഡെക്സിൽ ഉണ്ടാവുക. ബാക്കിയുള്ള ഇൻഡെക്സിൽ എന്താ ഉണ്ടാവുക? ബാക്കിയുള്ള എലമെന്റ്സ് ഉണ്ടല്ലോ, അതായത് 1 2 3 4, അതായിരിക്കും ഇവിടെ കണ്ട ആർഗ്യുമെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇതിൽ ഈ കോമൺ, അതായത് ഫസ്റ്റ് ഉള്ളതും വരും. ഓക്കെ, അത് മൊത്തം എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യും. ഇവിടെ പക്ഷേ എനിക്കിപ്പം ഫയൽ നെയിം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ 0th ഇൻഡെക്സിൽ മാത്രം പോയിട്ട് എടുത്താൽ മതി. ഓക്കെ, ബാക്കിയുള്ള 1 2 ഉള്ളത് അതിലേക്ക് ഞാൻ പാസ് ചെയ്ത ബാക്കിയുള്ള ആർഗ്യുമെന്റ്സ് ആയിരിക്കും. ഇതാണ് സിസ് ഡോട്ട് ആർഗ്യുമെന്റിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഉള്ളത് അടുത്ത സിസ് ഡോട്ട് എക്സിറ്റ്. അപ്പോൾ സിസ് ഡോട്ട് എക്സിറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് നമ്മളിപ്പോൾ പ്രോഗ്രാമിനെ പൈത്തൺ കൺസോളിലേക്ക് അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ് ഡോട്ട് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഇപ്പോൾ ഒരു എക്സെപ്ഷൻ ഒക്കെ വരുന്ന ടൈമിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ് ഡോട്ട് എക്സിറ്റ് ഒക്കെ യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടു. അതായത് ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇപ്പം ഏജ് ഈക്വൽ ടു 17. സോ ഏജ് ഇപ്പം അതായത് ഇഫ് ഏജ് ലെസ് ദാൻ 18 ആണ് എങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണം, സിസ് ഡോട്ട് എക്സിറ്റ്. ഓക്കെ, എക്സിറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി അവിടെ പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഏജ് ലെസ് ദാൻ 18. ഇപ്പം അല്ല, ഇപ്പം ഏജ് 18 താഴെ അല്ല എങ്കിൽ എന്ത് ചെയ്യണം? ഏജ് ഈസ് നോട്ട് ലെസ് ദാൻ, എൽസ് പാർട്ട് പോയിട്ട് ജസ്റ്റ് ഏജ് ഈസ് നോട്ട് ലെസ് ദാൻ 18 എന്ന് പ്രിന്റ് ചെയ്യാം. ഇപ്പൊ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? എക്സിറ്റും ചെയ്യണം, പ്രിന്റും ചെയ്യണം. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഞാൻ കൊടുത്ത 17 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ പ്രോഗ്രാം എക്സിറ്റ് ആവും, ഇങ്ങനെ പ്രിന്റ് ചെയ്യും, അതായത് സിസ്റ്റം എക്സിറ്റ് ഏജ് ഈസ് ലെസ് ദാൻ 18 എന്ന് പറ്റും. അപ്പോൾ ഇതാണ് ആ ഒരു സിസ് ഡോട്ട് എക്സിറ്റിന്റെ ഒരു എക്സാമ്പിൾ. അടുത്താണ് എന്ത്? സിസ് ഡോട്ട് മാക്സ് സൈസ്. അപ്പോൾ സിസ് ഡോട്ട് മാക്സ് സൈസ് എന്ന് പറയുമ്പോൾ ഇത് ലൈക്ക് അതായത് ഒരു ഇൻറ്റിജറിന് എടുക്കാൻ പറ്റുന്ന, ഒരു വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് ഇൻറ്റിജർ വാല്യൂവിനാണ് ഈ ഒരു സിസ് ഡോട്ട് മാക്സ് സൈസ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരുക. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതും കൂടി പറയാം, ഈ ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി പറഞ്ഞിട്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒരുമിച്ച് കാണിക്കും. ഓക്കെ, സിസ് ഡോട്ട് പാത്ത്. അപ്പോൾ സിസ് ഡോട്ട് പാത്ത് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഒരു പൈത്തൺ മൊഡ്യൂള് സെർച്ച് ചെയ്യണം. സോ അത് എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടതെന്നുള്ള പാത്താണ് ഞാൻ സിസ് ഡോട്ട് പാത്ത് വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യുക. പിന്നെ അത് സിസ് ഡോട്ട് വേർഷൻ ആണ്. ഇത് കറണ്ട് പൈത്തൺ ഇന്റർപ്രിറ്ററിന്റെ ഒരു വേർഷൻ ഒരു സ്ട്രിംഗ് രൂപത്തിൽ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. അതാണ് സിസ് ഡോട്ട് വേർഷൻ എന്ന് പറയുന്നത്. ഇത് മൂന്നിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, സോ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇതുണ്ട്, അതായത് പ്രിന്റ് സിസ് ഡോട്ട് വേർഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്തു? അതിന്റെ വേർഷൻ, അതിന്റെ ഇന്റർപ്രിറ്ററിന്റെ വേർഷൻ ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രിന്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് സിസ് ഡോട്ട് വേർഷന്റെ ഫംഗ്ഷനിങ്. ഇതാണ് മാക്സ് സൈസിന്റെ വർക്കിംഗ്. അതായത് ഞാൻ എന്താ വെച്ചാൽ ഒരു വേരിയബിൾ എടുത്തു. അപ്പോൾ വേരിയബിളിന്റെ പേരെന്താ? മാക്സ് വാല്യൂ. സോ എനിക്ക് അറിയേണ്ടത് ഈ വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം ഇൻറ്റിജർ വാല്യൂ എത്ര. സോ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് മൊഡ്യൂൾ വെച്ചിട്ട് എന്ത് ചെയ്തു? മാക്സ് സൈസ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ സിസ് ഡോട്ട് മാക്സ് സൈസ്. സോ അത് ഞാൻ എന്ത് ചെയ്തു? മാക്സ് വാല്യൂയിലേക്ക് എടുത്തു വെച്ചു. അപ്പോൾ ഞാനത് പ്രിന്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഈ ഒരു ഇൻറ്റിജറിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എത്ര, ഈ വേരിയബിളിന് എടുക്കാൻ പറ്റുന്ന ഹയസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എത്ര, ഇതാണ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് മറ്റേ സിസ് ഡോട്ട് പാത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ അതുവരെ നമ്മളിപ്പം എൻ്റെ പൈത്തൺ പ്രോഗ്രാം എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ അതിലൊരു മൊഡ്യൂൾ, അതായത് ഇപ്പോൾ ഒരു മൊഡ്യൂൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. സോ ആ മൊഡ്യൂളിന് ആദ്യം എൻ്റെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി പോയിട്ട് എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും. അതായത് ഞാൻ കൊടുത്തിട്ടുള്ള ആ മൊഡ്യൂൾ ഈ ഒരു ഡയറക്ടറിയിൽ ഉണ്ടോ. സോ അത് ആ ഡയറക്ടറി ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? ലൈക്ക് എനിക്ക് എന്ത് ചെയ്യാം? ലൈക്ക് മാനുവലി വേറെ ഒരു ഡയറക്ടറിയും കൂടി സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ലൈക്ക് ഒരു പാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ ഇന്റർപ്രിറ്റർ ലൈക്ക് ഒരു മൊഡ്യൂളിന് വേണ്ടി സെർച്ച് ചെയ്യേണ്ട ഡയറക്ടറി അല്ലെങ്കിൽ പാത്ത്, അതാണ് ഈ ഒരു സിസ് ഡോട്ട് പാത്ത് കൊണ്ട്